നമസ്കാരം. ട്വിറ്ററിൽ ഒരു സാധനം കണ്ടിട്ട് അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇറങ്ങിയെന്ന്. അഖണ്ഡ 2. ആര്? നമ്മുടെ ബാലയ്യ. അയാൾ നല്ല ഒരു പടം തന്നെയാണ്. ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ നല്ല ഒരു തെലുങ്ക് പടം തന്നൊരു മനുഷ്യനാണ്. ഒരുത്തം വന്ന് താഴെ കമൻറ്റ് ചെയ്ത്, ഞാൻ ഇങ്ങനെ ഇതാണ് പറഞ്ഞത്, ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഇയാൾ നന്നാവില്ല, നല്ല ഒരു പടം ഡാക്കു നല്ല ഒരു പടം തന്നിട്ട് പിന്നെയും പോയേക്കാണ് എന്ന് പറയുമ്പോഴത്തേന്ന് പറഞ്ഞത്, നിനക്ക് തെലുങ്ക് സിനിമയുടെ എസൻസ് അറിയാവോ, ഇതൊന്ന് തെലുങ്ക് സിനിമ എന്തിനാണെന്നറിയാവോ, തെലുങ്ക് എന്തിനാണെന്നറിയാം. എടാ എനിക്ക് പറഞ്ഞു വിടറേ, എനിക്ക് ആ പടം അത് അത്രയും കത്തിയായിട്ടുള്ളൊരു സാധനം കണ്ട് അത് കത്തി എന്നല്ല, പിന്നെ ഞാൻ എന്തോന്ന് പറയും, ബ്ലേഡ് എന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഫുൾ ട്രെയിലർ കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ റിയാക്ട് ചെയ്യാം. ഏത് സംഭവമൊന്നുമില്ല, കഴുത്തിൽ ഞാൻ കാണിച്ചു തരാം. മനോഹരമായിട്ടുണ്ട്. അണ്ണാ, എൻ്റെ പൊന്നണ്ണാ, എന്തിനണ്ണാ 1 മിനിറ്റും 18 സെക്കൻഡും? എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? എന്തിനാവട്ടെ, വരി കാണാം. അണ്ണൻ്റെ കാല് ശൂലം. ഗൈസ്, നോട്ടീസ് ദാറ്റ് ശൂലം ഇസ് എ ക്യാരക്ടർ ഇൻ ദിസ് പടം. ഓക്കെ, ശൂലം വരെ അഭിനയിക്കും ഈ പടത്തിൽ. അണ്ണൻ വരണ്, കാളയിളവി, ബൊമ്പോ താടി മുടി, നല്ല കമലാസൻ ലുക്ക് തഗ് ലൈഫില്. നാന്താണ്ടാ തഗ് ലൈഫ് ഇറങ്ങറാക സ്വാമി. എന്താടാ ഇത്? എന്തോന്നാടാ ഇത്? ഇത് മറ്റേ എന്തിരൻ സിനിമയോ? അല്ലല്ല, കുറേ പേരിങ്ങനെ കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ പുള്ളിയുടെ ഷോൾഡറിൽ. കിഡിൽ ആ ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ തൃശ്ശൂരത്തിൻ്റെ ആ സാധനത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, അതൊക്കെ സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. കിഡിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വെൽ ഡൺ. സൈഡിൽ 2 തോക്കുണ്ട്. പുള്ളി എന്തിനോ പറയുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട്. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അവേ? ടേക്ക് ദ ലൈഫ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ. കൊള്ള തെറുപ്പിച്ച്. ഈ സാധനമാണ് എൻ്റെ പൊന്നാളിയാ, ഇതാണ് ഞാൻ കണ്ടത്. കഴുത്തിൽ തൃശൂലം കിടന്ന് കറങ്ങുന്നു. നമ്മൾ വിഷ്ണുവിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോടാ, വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? ഇങ്ങനെ കയ്യിൽ കിടന്ന് ഇങ്ങനെ അത് എറിയും. അപ്പോൾ അതിങ്ങനെ പോയി ആൾക്കാരെ കൊന്നിട്ട് ഇങ്ങനെ തിരിച്ചു വന്നിരിക്കും. ഇതതിൻ്റെ പ്രോ മാക്സ്. യോ എന്തിരടാ അത്? VFXൻ്റെ കളി. ബോയ്പതി സേനുവാ. അണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്ന ഇന്നലെ. അണ്ണ ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ഈ ഊക്കിയിട്ടാണ് ഇത് പറയണമെന്ന് അണ്ണന് വിഷമമൊന്നും തോന്നല്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. (25/9/2025) ഈ വർഷം പോയി കാണണം മോനെ തിയേറ്ററിൽ വിത്ത് ബാലയ്യ ഫാൻസ്. വേറെ ലെവലായിരിക്കും. എന്തരാണെങ്കിലും കൊള്ളാം. സന്തോഷമുണ്ട് കേട്ടോ, വളരെ സന്തോഷമുണ്ട്. ആ പടത്തിൻ്റെ സകല വിലയും ഇപ്പോൾ കളയും. എനിക്ക് ഇങ്ങനത്തെ ഈ കത്തി പടം ചെയ്യണം ഇഷ്ടേ അല്ല. ഇവിടെ തെലുങ്ക് സിനിമ ഇതാണെന്ന് പറയില്ല. തെലുങ്ക് നല്ല എൻ്റർടൈനിങ് പടങ്ങളും ഉണ്ട്, പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഒറ്റ ചവിട്ടിന് മറ്റേ ലോകത്തിൽ മറ്റേ സൂപ്പർമാനെ പോലെ ഒന്ന് ലോകം ചുറ്റിക്കറങ്ങി വന്ന് തിരിച്ചു വന്നിരിക്കണേക്കെ. ഞാൻ കുറച്ച് ബെറ്ററായെന്നാണ് തോന്നിയത്. പക്ഷേ മറ്റേ തന്നെ തൃശ്ശൂലും ബഹളവും ആൾക്കാരെ 100 പേരെയൊക്കെ അടിച്ചിടലും. ഉലകനായകം വന്നിട്ട് ഒരു കറാട്ടെ പരിപാടിയൊക്കെ കാണിച്ചത് ഓർമ്മയില്ല. ഇത് തഗ് ലൈഫ്. ഞാൻ 2 വർഷമായിട്ട് കറാട്ടയും കുങ്ഫുവും പഠിച്ചിട്ട് ഞാനിപ്പോൾ കിടലമായി. ഇത് സ്പോയിലറാണ് കേട്ടോ, നമ്മുടെ തഗ് ലൈഫിൻ്റെ സ്പോയിലറാണ്. ഇവിടെ വെച്ച് നിർത്തിക്കോ. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട് തഗ് ലൈഫിനെ പറ്റി, അതുകൊണ്ടാണ്. അതിൽ കുറേ കുറേ സീനുകളുണ്ട്. അതൊക്കെ എനിക്ക് ആ പടത്തിൽ നിന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയത്. സെക്കൻഡ് ഹാഫ് അങ്ങേര് 100 വെടിയും കിട്ടി. അതായത് കമലഹാസന് 100 വെടി കിട്ടി. എന്നിട്ട് മറ്റേ മൂക്കുന്നി മലയെന്ന് താഴെ തള്ളിയിട്ട് അങ്ങനെ നടുവും ഇടിച്ച്, എന്നിട്ട് അങ്ങേര് ജീവിക്കും. അവസാനം ശിംബുവിനെ ഒറ്റ വെടിക്ക് കൊന്നുകളയും. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പറയും യമൻ ക്ലാസ്മേറ്റടാ, ഞാനും യമനും തമ്പിടാ, ഞാനും യമനും ഫ്രണ്ട്സ്ഡാ എന്നൊക്കെ പറയും. ഭയങ്കര യമനായി പോയാട്ടാ അത്. ഇത് മണിരത്നമാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പടം മണിരത്നമായിരുന്നു അവിടെ ഡയറക്റ്റ് ചെയ്തത്. ഞാനൊരു നായകൻ പോലത്തെ ഒരു ക്ലാസ് പടം കാണാമെന്ന് പറഞ്ഞാണ് പോയത്. ഇയാൾ അതിനെ എടുത്ത് സെക്കൻഡ് ഹാഫ് അടി വെടി വിടി കരാട്ടെ കുൻഫു കളരിപ്പയറ്റ് എന്തിനൊക്കെയാണ്. സിമ്പിളായിട്ടൊരു
ഒരു ഗാങ്സ്റ്ററിൻ്റെ സ്റ്റോറി പറയുന്നതിന് പകരം ചുമ്മാ ഇത് കമലഹാസനാണിത്. കമലഹാസൻ അണ്ണാ നിങ്ങളല്ലേ അണ്ണാ ഈ തിരികേറ്റി വിടണത്. എനിക്ക് വയസ്സാം കാലത്ത് കുൻഫു പഠിക്കറേ എന്ന് പറയണത് നിങ്ങളായിരിക്കും, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തന്നെയാണ്. ആ പാവപ്പെട്ട മണിരത്നം അവിടെ വെറുതെ ഇരുന്നിട്ട് സിനിമ ഇറക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ 2 വർഷം കറാട്ടെ കത്തിട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് കൊറാട്ട കാണിക്കാമെന്ന്, പൊറോട്ട അടി. സൂപ്പർ. എന്തായാലും ഇത് പൊളപ്പനായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇത് പക്ഷേ ഞാൻ അങ്ങനെയാണ് പോണത്. കൂതറപ്പടം എന്ന് മറ്റേ പലിസി വെച്ചിട്ട് നമ്മളിപ്പോൾ ഇരുന്ന് കാണും, ആടി സെറ്റ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായത്. എന്തുവാടാ അതൊക്കെ. സൂപ്പർ, ഫാന്റാസ്റ്റിക്, ബൈ ബൈ.